എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്? എന്നാ നമുക്കിന്ന് EVSലെ ഫ്ലവേഴ്സ് പഠിച്ചാലോ? ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പൂക്കൾക്കാണ് ഫ്ലവേഴ്സ് എന്ന് പറയാല്ലേ? ഓക്കെ, വെരി ഗുഡ്. നമുക്കിന്ന് ഫ്ലവേഴ്സിന്റെ ഒരു പാട്ട് പാടി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. Roses are red, yellow and white. The lotus in the pond does not sing. Yellow sunflowers face the sun. Flowers are like bite everyone. Flowers are like bite everyone. Sweet smelling jasmine is completely white. In many colors hibiscus is found. പാട്ട് ഇഷ്ടായോ? ഓക്കെ. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? പല പല കളേഴ്സില്, പല സ്മെല്ലിൽ, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്കതിലൊരു 6 ഫ്ലവേഴ്സിന്റെ നെയിംസ് പഠിക്കാനുണ്ട്. നമുക്ക് ആ ഫ്ലവേഴ്സ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഏതാണ്? റോസ്. ഒന്ന് പറഞ്ഞേ, റോസ്. ഒന്നുകൂടെ പറഞ്ഞേ, റോസ്. ഓക്കെ. റോസസ് ആർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. റോസ് പല കളേഴ്സിലുണ്ട് അല്ലേ? റെഡ് റോസ്, വൈറ്റ് റോസ്, പിങ്ക് റോസ്, യെല്ലോ റോസ്, അങ്ങനെ റോസ് ഒരുപാട് കളേഴ്സിലുണ്ട് അല്ലേ? റോസസ് ഹാവ് ഇൻ സ്വീറ്റ് സ്മെൽ. റോസ് എന്താ? നല്ല സ്മെല്ലാണ് അല്ലേ? നിങ്ങൾ റോസ് സ്മെൽ ചെയ്തിട്ടുണ്ടോ? നല്ല സ്മെല്ലല്ലേ? ഓക്കെ. ഡു യു ഹാവ് റോസ് ഇൻ യുവർ ഗാർഡൻ? ഡു യു ഹാവ് റോസ് ഇൻ യുവർ ഗാർഡൻ? നിങ്ങളുടെ ഗാർഡനിൽ, നിങ്ങളുടെ പൂന്തോട്ടത്തില് റോസ് ഉണ്ടോ? യെസ്, റോസ് ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ റോസ് ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഈ ഫ്ലവറിന്റെ നെയിം എന്താ? റോസ്. ഒന്ന് പറഞ്ഞേ, റോസ്. ഓക്കെ, അടുത്ത ഫ്ലവർ നോക്കാം. ഇത് പെൺകുട്ടികളുടെ ഫേവറേറ്റ് ഫ്ലവർ ആയിരിക്കും. ഇതിന്റെ പേരെന്താണെന്ന് അറിയോ? ജാസ്മിൻ. ഒന്ന് പറഞ്ഞേ, ജാസ്മിൻ. ഒന്നുകൂടെ പറഞ്ഞേ, ജാസ്മിൻ. ഒന്നുകൂടെ പറഞ്ഞേ, ജാസ്മിൻ. ഓക്കെ, ഈ ഫ്ലവർ ഏതാ? ജാസ്മിൻ. ഓക്കെ, വൈറ്റ് കളർ ബഞ്ച് ഫ്ലവർ വിത്ത് സ്വീറ്റ് സ്മെൽ. ജാസ്മിൻ വൈറ്റ് കളറിലുള്ള നല്ല സ്മെല്ലുള്ള ഫ്ലവർ ആണ് ജാസ്മിൻ. ജാസ്മിന്റെ കളർ എന്താ? വൈറ്റ്. ജാസ്മിന്റെ കളർ എന്താ? വൈറ്റ്. ഓർത്ത് വെക്കണേ, ജാസ്മിന്റെ കളർ എന്താ? വൈറ്റ്. ഓക്കെ, ഗേൾസ് ലൈക്ക് ദിസ് ഫ്ലവർ വെരി മച്ച്. പെൺകുട്ടികൾക്ക് ഈ ജാസ്മിൻ ഫ്ലവർ ഇഷ്ടായിരിക്കും. കല്യാണത്തിന് പോകുമ്പോഴേക്ക് അവരെ ഹെയറില് ജാസ്മിൻ ഫ്ലവർ വെക്കാറുണ്ട്. ഇല്ലേ? നിങ്ങൾ വെക്കാറില്ലേ? ഓക്കെ, ഞാൻ ജാസ്മിൻ ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് റോസ്, ജാസ്മിൻ 2 ഫ്ലവേഴ്സ് പഠിച്ചു അല്ലെ? ഇനി അടുത്ത ഫ്ലവർ ഏതാ നോക്കിയാലോ? സൺഫ്ലവർ. ഒന്ന് പറഞ്ഞേ, സൺഫ്ലവർ. ഇതൊരു സണ്ണിനെ പോലെ തോന്നുന്നില്ലേ? ഇതെന്താ പറയാ? സൺഫ്ലവർ. സൺഫ്ലവർ. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. ഇത് കളർ എന്താ? യെല്ലോ. ഓർത്തു വെക്കണേ, സൺഫ്ലവറിന്റെ കളർ എന്താ? യെല്ലോ. ഒന്ന് പറഞ്ഞേ, സൺഫ്ലവറിന്റെ കളർ എന്താ? യെല്ലോ. ഓക്കെ, we get oil from sunflowers seeds. ഈ സൺഫ്ലവറിന്റെ സീഡ്സ് കണ്ടോ? ഇതിന്റെ വിത്ത് നമുക്ക് ഓയിൽ, എണ്ണ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ സൺഫ്ലവർ ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് 3 ഫ്ലവേഴ്സിന്റെ നെയിംസ് പഠിച്ചു. ഒന്ന് പറഞ്ഞേ, റോസ്, ജാസ്മിൻ, സൺഫ്ലവർ. ഓക്കെ, ഇനി അടുത്ത ഫ്ലവർ ഏതാ നോക്കിയാലോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഫ്ലവർ ഏതാണ്? ഹിബിസ്കസ്. ഒന്ന് പറഞ്ഞേ, ഹിബിസ്കസ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, ഹിബിസ്കസ്. ഒന്നുകൂടെ പറഞ്ഞേ, ഹിബിസ്കസ്. ഹിബിസ്കസ്. ഹിബിസ്കസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഹിബിസ്കസ് എന്താണ്? നല്ല മനോഹരമായ ഒരു ഫ്ലവർ ആണ് ഹിബിസ്കസ്. ഓക്കെ, ഇറ്റ് കംസ് ഇൻ മെനി കളേഴ്സ്. ഇത് ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട്. റെഡ്, പിങ്ക്, യെല്ലോ, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളറിൽ ഹിബിസ്കസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഷൂ ഫ്ലവർ. ഇതിനെ ഷൂ ഫ്ലവർ എന്നും പറയാറുണ്ട്. ഹിബിസ്കസിനെ ഷൂ ഫ്ലവർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഞാൻ ഹിബിസ്കസ് ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ.
ഓക്കെ, ഈ ഫ്ലവേഴ്സിന്റെ നെയിംസ് ഒന്ന് പറഞ്ഞേ. റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, ഹിബിസ്കസ്. ഓക്കെ, ഇനി അടുത്ത ഫ്ലവർ ഏതാ നോക്കാം. ലോട്ടസ്. ഒന്ന് പറഞ്ഞേ, ലോട്ടസ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ലോട്ടസ്, ലോട്ടസ്. ദിസ് ഫ്ലവർ ഗ്രോസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വളരുന്ന ഫ്ലവർ ആണ് ലോട്ടസ്. ലോട്ടസ് എവിടെ ഉണ്ടാവാറ്? വെള്ളത്തിലാണ് ലോട്ടസ് ഉണ്ടാവാറ്. ഓക്കെ, ഇറ്റ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. ലോട്ടസ് നമ്മുടെ നാഷണൽ ഫ്ലവർ ആണ്. അപ്പൊ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് നമ്മുടെ നാഷണൽ ഫ്ലവർ ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ലോട്ടസ്. ഓർത്ത് വെക്കണേ, ഇറ്റ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. ലോട്ടസ് നമ്മുടെ നാഷണൽ ഫ്ലവർ ആണ്. ഓക്കെ, ഇറ്റ്സ് ലീവ്സ് ആർ ബിഗ്. ഈ ലോട്ടസിന്റെ ഇലകള് വലുതാണ്. ഓക്കെ, നിങ്ങൾ ലോട്ടസ് കണ്ടിട്ടുണ്ടോ? കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ലോട്ടസ് ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഈ ഫ്ലവേഴ്സിന്റെ നെയിംസ് ഒന്ന് പറഞ്ഞേ. റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, ഹിബിസ്കസ്, ലോട്ടസ്. ഇനി ലാസ്റ്റ് ഫ്ലവർ ഏതാ നോക്കിയാലോ. ലില്ലി. ഒന്ന് പറഞ്ഞേ, ലില്ലി. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ലില്ലി. ലില്ലി ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ലില്ലി എന്താണ്? നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ലില്ലി. ഇറ്റ് കംസ് ഇൻ വൈറ്റ് ആൻഡ് യെല്ലോ ഇൻ കളർ. ഇത് വൈറ്റ് കളറിലും യെല്ലോ കളറിലൊക്കെ ലില്ലി ഉണ്ട്. എന്റെ കയ്യിലുള്ള ലില്ലി ഏത് കളറാണ്? യെല്ലോ. വെരി ഗുഡ്. ഞാൻ ലില്ലി ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് 6 ഫ്ലവേഴ്സിന്റെ നെയിംസ് പഠിച്ചു. ഏതൊക്കെയാണ്? റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, ഹിബിസ്കസ്, ലോട്ടസ്, ലില്ലി. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, ഹിബിസ്കസ്, ലോട്ടസ്, ലില്ലി. ഓക്കെ, നെയിം ദ വൈറ്റ് കളർ ഫ്ലവർ. ഇതില് വൈറ്റ് കളറിൽ വരുന്ന ഫ്ലവർ ഏതാണ്? ഏതാണ്? ഇതാണ് അല്ലേ വൈറ്റ് കളറിലുള്ള ഫ്ലവർ. ഇതിനെന്താ പറയാ? ജാസ്മിൻ. വെരി ഗുഡ്. ഇതില് വെള്ളത്തിൽ വളരുന്ന, ഗ്രോസ് ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരുന്ന ഫ്ലവർ ഏതാണ്? ലോട്ടസ്. വെരി ഗുഡ്. ഇനി നെയിം ദ യെല്ലോ കളർ ഫ്ലവർ. ഇതില് യെല്ലോ കളറിലുള്ള ഫ്ലവർ ഏതാ? സൺഫ്ലവർ. വെരി ഗുഡ്. നമ്മുടെ നാഷണൽ ഫ്ലവർ ഏതാണ്? ഏതാണ്? ലോട്ടസ്. വെരി ഗുഡ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതില് പേജ് നമ്പർ 52. പേജ് നമ്പർ 52 കണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ച 6 ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ. ഫിംഗർ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വേണം പറയാൻ. റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, ഹിബിസ്കസ്, ലോട്ടസ്, ലില്ലി. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ടിക്ക് ദ ഫ്ലവേഴ്സ് ആൻഡ് ക്രോസ് ദ അതർ പിക്ചേഴ്സ്. ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സിന് താഴെ ടിക്ക് ചെയ്യാം, ഫ്ലവേഴ്സ് അല്ലാത്ത പിക്ചേഴ്സ് ക്രോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഓറഞ്ച്. ഓറഞ്ച് ഫ്ലവർ ആണോ? നോ. ക്രോസ് ചെയ്തോളൂ. അടുത്തത് ലോട്ടസ്. നമ്മുടെ നാഷണൽ ഫ്ലവർ ആണല്ലേ ലോട്ടസ്. ലോട്ടസ് ഫ്ലവർ അല്ലേ? യെസ്. അപ്പൊ ടിക്ക് ചെയ്തോളൂ. അടുത്തത് ടൊമാറ്റോ. ടൊമാറ്റോ ഫ്ലവർ ആണോ? നോ. ക്രോസ് ചെയ്തോളൂ. അടുത്തത് ജാസ്മിൻ. വൈറ്റ് കളർ ഫ്ലവർ ആണല്ലേ ജാസ്മിൻ. ജാസ്മിൻ ഫ്ലവർ അല്ലേ? അപ്പൊ ടിക്ക് ചെയ്തോളൂ. അടുത്തത് റോസ്. റോസ് ഫ്ലവർ അല്ലേ? യെസ്. ടിക്ക് ചെയ്തോളൂ. അടുത്തത് ആപ്പിൾ. ആപ്പിൾ. ആപ്പിൾ ഫ്ലവർ ആണോ? നോ. ആപ്പിൾ ഫ്രൂട്ട് ആണ്, ഫ്ലവർ അല്ല അല്ലെ. അപ്പൊ ക്രോസ് ചെയ്തോളൂ. അടുത്തത് ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ ഫ്ലവർ ആണോ? നോ. ക്രോസ് ചെയ്തോളൂ. അടുത്തത് സൺഫ്ലവർ. സൺഫ്ലവർ ഫ്ലവർ ആണോ? യെസ്. ടിക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളെ ഫിംഗർ ഈ ഓരോ പിക്ചേഴ്സിലും ടച്ച് ചെയ്തിട്ട് ഇതിന്റെ പേര് പറഞ്ഞ് പഠിക്കാം. റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, ഹിബിസ്കസ്, ലോട്ടസ്, ലില്ലി.
ഇങ്ങനെ ഓരോ പിക്ചേഴ്സിലും നിങ്ങൾ ഫിംഗർ ടച്ച് ചെയ്തിട്ടൊന്ന് വായിച്ചു പഠിക്കാം. ഓക്കെ, എന്നാൽ വേഗം വായിച്ചു പഠിച്ചോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.